അസോസിയേഷന്റെ ആത്മീയ ഗുരുവായ ഫാദർ നോബി അച്ഛനെയും ഈ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു സായന സമ്മേളനത്തിൽ രണ്ട് പിതാക്കന്മാരും ഒരു ആത്മീയ ഗുരുവും ഉള്ള ഈ സായനത്ത് സ്വാഗതം ആശംസിക്കുന്നത് വലിയൊരു സന്തോഷവും അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. നമ്മൾ ഏതൊരാവശ്യത്തിന് ചെന്നാലും ഒരു പുഞ്ചിരിയോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ പിതാവ് എത്ര തിരക്ക് മാറ്റിവെച്ച് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരുന്ന പിതാവിനെ വളരെ ആദരവോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. മിഷണറിയുടെ തീഷ്ണത നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന പിതാവാണ് നമ്മുടെ ജെയിംസ് അത്തിക്കുളം പിതാവ്. പിതാവിനെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. കേരളീയമായ ക്രൈസ്തവ ആരാധനാ രീതിക്കായി കാത്തിരുന്ന ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമായി 1979 രൂപമെടുത്ത സംഘടനയാണ് ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്ക. ഏതൊരു സംഘടനയ്ക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് സ്നേഹപൂർവ്വം ഒരുമയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് മാനവികത. സഭയോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നയിച്ച നമ്മുടെ ഈ നേതാക്കളെ ആദരിക്കേണ്ടത് കാത്തലിക് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച എക്സിക്യൂട്ടീവിനോടും സർവാത്മന ഇതിനെ പിന്തുണച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. 46 സംവത്സരത്തെ ചരിത്രമുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഈസ്റ്റർ ആഘോഷവേളയിലാണ് നാം ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. വളരെ ഉജ്ജ്വലമായ സേവന ചരിത്രമുള്ള, സംഘടനാ ചരിത്രമുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സേവനങ്ങളെ, അതിൻ്റെ നാഴ്വഴികളെയൊക്കെ നന്ദിപൂർവ്വം അഭിമാനപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യ കാത്തലിക് അസോസിയേഷന് സഭയുടെ നാമത്തിൽ അനുമോദനങ്ങളും ആശംസകളും ഞാൻ സമർപ്പിക്കുകയാണ്. ഈ സംരംഭം നടത്തുന്ന ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതിന് നന്ദി പറയുന്നു. ഹൃദയം ഉദ്ധിതനായ ക്രിസ്തു നമ്മെ നന്മയിലേക്ക്, ശാന്തിയിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. നന്ദി, നമസ്കാരം. ഇബ്രാഹിം ട്രാവർ എന്ന് പറയുന്ന ബ്രൂക്കാനയിലെ പ്രസിഡന്റിൻ്റെ ഉള്ള മറുപടിയായി ലയോ പാപ്പ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്നത്, സ്നേഹമില്ലാതെ ഒരു ചാരിറ്റിയും ഇല്ല. സ്നേഹമാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു, മനുഷ്യൻ്റെ മഹത്വവും അന്തസ്സുമാണ് എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. എല്ലാ സ്നേഹത്തിലും അപ്രകാരം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലായി നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികൾ നിസ്സംഗത വർദ്ധിക്കുന്നിടത്ത് സംഗതയുള്ളവരായി നിങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഈ കാര്യങ്ങൾ കൂടുതൽ ഫലവത്തായി തീരട്ടെ എന്ന ഒരു എളിയ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ചെക്ക് നവജീവനുള്ളതാണ്. അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജെയിംസ് അത്തിക്കുളം പിതാവിന് കൊടുക്കുന്നു. സ്നേഹത്തോടു കൂടിയും നമ്മുടെ ഉള്ള സമയങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികളെയും ഈ കാത്തലിക് അസോസിയേഷനിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻ പ്രസിഡന്റ്, BOT ചെയർമാൻ, ഇപ്പോഴും ഈ അസോസിയേഷന്റെ ബോർഡ് മെമ്പറായ ശ്രീ KJ ഗ്രിഗറി, ശ്രീ തോമസ് ഇതിന്റെ ഫൗണ്ടിംഗ് മെമ്പറാണ്. നമ്മുടെ ഇന്ത്യ കാത്തലിക് അസോസിയേഷന്റെ ആദ്യകാല നേതാക്കൾ തൊട്ട് 2024 വരെ നമ്മളെ നയിക്കുന്ന ഇവർക്ക് നമ്മൾ എത്ര കൈയടി കൊടുത്താലും മതിയാകില്ല. നന്നായി ഒരു കൈയടി കൊടുത്തുകൊണ്ട് താങ്ക് യു.